Very good evening, one and all. Welcome to Magic English. ഇന്ന് മാജിക് ഇംഗ്ലീഷിന്റെ അതിഥിയായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ട്രിവാൻഡ്രം യൂണിവേഴ്സിറ്റി കോളേജിലെ ഇംഗ്ലീഷിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടുള്ള ഹുസ്ന അമീനെയാണ്. എ സ്മോൾ കറക്ഷൻ മേക്സ് എ ബിഗ് ഡിഫറൻസ് എന്നാ പറയാ. എന്തെങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന സമയത്ത് മിസ്റ്റേക്സ് ഉണ്ടോ എന്ന് അറിയില്ല അല്ലേ? മിസ്റ്റേക്സ് പേടിച്ചിട്ട് സംസാരിക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഗ്രാമർ അറിഞ്ഞതിന്റെ പ്രശ്നമാണ് നമുക്ക്. ചിലർക്ക് എന്താണ്, അത്യാവശ്യം അറിയുന്ന ആളുകൾ പോലും, നന്നായിട്ട് ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്ന ആളുകൾ പോലും ഒരുപാട് കാര്യങ്ങൾ തെറ്റിച്ച് പറയാറുണ്ട്. എല്ലാം കൂടെ നമുക്ക് കറക്റ്റ് ആക്കിയിട്ട് പെർഫെക്റ്റ് ആയിട്ടൊന്നും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ഷുവറാണ്. എന്നാലും ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ അതും കൂടി അങ്ങോട്ട് ശരിയാക്കിയിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ സംസാരത്തിലും എഴുത്തിലൊക്കെ ബ്യൂട്ടിഫുൾ ആയിരിക്കും കാര്യങ്ങൾ നമുക്ക് കൺവേ ചെയ്യുന്ന സമയത്ത്. മാക്സിമം മിസ്റ്റേക്സ് കുറച്ചിട്ട് സംസാരിക്കാൻ പറ്റിയാൽ അടിപൊളിയായിരിക്കില്ലേ? അപ്പോ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ പറയുന്ന ചില മിസ്റ്റേക്സ് ഉണ്ട്. അത് പലരും ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മളത് ശരിയാണെന്ന് വിചാരിച്ചു വെച്ചിരിക്കുക. നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരൊക്കെ അങ്ങനെയാണല്ലോ പറയുന്നത്, അപ്പൊ അതുകൊണ്ട് അത് ശരിയാ എന്നുള്ളൊരു ധാരണയാണ്. പക്ഷെ അങ്ങനെയല്ല, ചിലതൊക്കെ മിസ്റ്റേക്സ് ആണ്, അത് അങ്ങനെ പറഞ്ഞുകൂടാ. അത് ഒഴിവാക്കുമ്പോൾ ഇച്ചിരിയും കൂടെ ബ്യൂട്ടിഫുൾ ആവും നമ്മുടെ ഇംഗ്ലീഷ്. അപ്പൊ അതിനകത്ത് ഒരുപാട് പല ഏരിയാസിലും അതുണ്ടാകും, മൊത്തത്തിലല്ല. എന്നാലും ഇന്നത്തെ സെഷനിൽ ഹുസ്ന നമുക്ക് ഇംഗ്ലീഷിലെ ചില കോമൺ മിസ്റ്റേക്സ് പറഞ്ഞു തരികയാണ്, മനസ്സിലാക്കി തരികയാണ്. മാക്സിമം അത്തരം കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. പിന്നെ ബാക്കി നമ്മൾ എക്സ്പ്ലോർ ചെയ്യുകയാണ് വേണ്ടത്, അല്ലേ? സോ വളരെ സ്നേഹാദരങ്ങളോടുകൂടെ നമുക്ക് ഹുസ്നയെ ക്ഷണിക്കാം. എല്ലാവരും അറ്റൻറ്റീവ് ആയിട്ടിരിക്കുക. ഇൻട്രാക്ഷൻ ആവശ്യം ഉണ്ടെങ്കിൽ മൈക്ക് ഓൺ ചെയ്ത് സംസാരിച്ചിട്ട് മൈക്ക് മ്യൂട്ട് ചെയ്യേണ്ടതാണ്. ക്ലാസ് എടുക്കുന്ന സമയത്ത് വേറെ ഒരു ഇടത്തു നിന്നും ജസ്റ്റ് ഇങ്ങനെ മൈക്ക് ഓൺ ചെയ്ത് കിടക്കരുത്. ഓക്കെ, കൃത്യമായിട്ട് കേൾക്കുക. ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നോട്ട്സ് എഴുതിയെടുക്കാം, ശ്രദ്ധിക്കാം. സോ ലെറ്റ്സ് മൂവ്, സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓവർ ടു യു ഹുസ്ന. വാം വെൽക്കം. താങ്ക് യു. എന്റെ ശബ്ദം ക്ലിയർ ആയിട്ട് കേൾക്കാമെന്ന് കരുതുന്നു. Carry on. So, good evening, one and all. I am Husna Amin, Assistant Professor of English, University College, തിരുവനന്തപുരം. എന്റെ പേരും ഡെസിഗ്നേഷനും ഒന്നും കേട്ടിട്ട് ആരും പേടിക്കണ്ട. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള 5 കറക്ഷൻസ് മാത്രമാണ്. ഓക്കെ, അപ്പോ എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നോ അത്രയും പെട്ടെന്ന് നമ്മുടെ ക്ലാസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നേരത്തെ ശബ്ദത്തിൽ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്താൽ തന്നെ നമ്മുടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ്, ഇംഗ്ലീഷ് റൈറ്റിംഗ് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് എഴുതാനും സംസാരിക്കാനും ഒക്കെ സാധിക്കും. അങ്ങനെയുള്ള കുറച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള 5 ടിപ്സ് അല്ലെങ്കിൽ 5 കോമൺ എറേഴ്സ് ഒക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ ഞാൻ നിങ്ങളെ ആദ്യം ഒന്ന് പരിചയപ്പെടുത്തിയില്ലേ? എങ്ങനെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്? ഐ ആം ഹുസ്ന അമീൻ, അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് ഇംഗ്ലീഷ്, യൂണിവേഴ്സിറ്റി കോളേജ്, തിരുവനന്തപുരം. ഓക്കെ, ഈ സെന്റൻസിൽ നിന്ന് തന്നെ നമ്മുടെ ആദ്യത്തെ കറക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഈ സെന്റൻസിൽ ഞാൻ എന്താ പറഞ്ഞേ? ഞാൻ ഹുസ്ന അമീൻ ആണ് എന്നാണ്, അല്ലെ? അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു എറർ അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് ആണ് മൈസെൽഫ് ഹുസ്ന അമീൻ, മൈസെൽഫ് അനുപമ, മൈസെൽഫ് സുൽഫ, ഇങ്ങനെ പറയുന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ ഞാനും കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ മൈസെൽഫ് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ്. അതായത് ഈ സാഹചര്യത്തിൽ കേട്ടോ, ഞാൻ എന്നെ പരിചയപ്പെടുത്തുമ്പോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഐ ആം എന്ന് ഉപയോഗിക്കാം. അതിന് പകരം നമ്മൾ എന്തിനാ മൈസെൽഫ് യൂസ് ചെയ്യുന്നത്, അല്ലേ? അപ്പൊ നമുക്ക് ഇനി മുതൽ ഐ ആം എന്ന് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഐ ആം ഹുസ്ന അമീൻ. അല്ലെങ്കിൽ നമുക്ക് എന്റെ പേര് ഹുസ്ന അമീൻ എന്നും പറയാം. അതെങ്ങനെ പറയും? മൈ നെയിം ഈസ് ഹുസ്ന അമീൻ. ഓക്കെ, മൈസെൽഫ് അല്ല, ഐ ആം അല്ലെങ്കിൽ മൈ നെയിം ഈസ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ ഞാൻ നിങ്ങളെ ആദ്യമായിട്ട് പരിചയപ്പെട്ടപ്പോ ഞാൻ എന്റെ പേരാണ് നിങ്ങളടുത്ത് പറഞ്ഞത്. ഓക്കെ, അപ്പൊ പേര് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയപ്പോ ഞാൻ എന്ത് ചെയ്യണം? ആദ്യം ഐ ആം എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഐ സ്പേസ് ആം, എം ആം. അപ്പൊ ഐ ആം ഹുസ്ന അമീൻ.
അതുപോലെ ഐ ആം ഷബ്ന. അതുപോലെ ഐ ആം ഹാഷിർ. ഐ ആം സോന. ഇങ്ങനെയാ പറയണ്ടത്. അല്ലാതെ മൈസെൽഫ് എന്ന് പറയരുത്. എപ്പോ പറയരുത്? നമ്മളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പറയരുത്. നമുക്ക് വേറെ സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് മൈസെൽഫ് യൂസ് ചെയ്യാം. അതിനൊരു എക്സാമ്പിളും കൂടെ പറഞ്ഞിട്ട് ഞാൻ അടുത്ത ടിപ്പിലേക്ക് പോവാം. ഓക്കെ. ഐ ഡിഡ് ദിസ് പ്രസന്റേഷൻ മൈസെൽഫ്. ഐ ഡിഡ് ദിസ് പ്രസന്റേഷൻ മൈസെൽഫ് എന്ന സെന്റൻസിന്റെ അർത്ഥം എന്താ? ഐ ഡിഡ് ഞാൻ ചെയ്തു, ദിസ് പ്രസന്റേഷൻ ഈ പ്രസന്റേഷൻ ഞാൻ ചെയ്തു, മൈസെൽഫ് ഞാൻ സ്വന്തമായിട്ട്. ഓക്കെ, അപ്പൊ ഞാൻ സ്വന്തമായിട്ടാണ് ഈ പ്രസന്റേഷൻ ചെയ്തത് എന്ന് പറയാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? മൈസെൽഫ് യൂസ് ചെയ്യാം. അല്ലാതെ നമ്മളെ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മള് മൈസെൽഫ് യൂസ് ചെയ്യരുത്. അതൊരു റോങ് കൺസ്ട്രക്ഷൻ ആണ്. ഓക്കെ, നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് കേട്ടിട്ടുണ്ട്, സ്ഥിരം കേൾക്കുന്നതാണ് മൈസെൽഫ് എന്ന് ചേർത്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ഉപയോഗിക്കേണ്ടത് എന്താ? ഞാൻ എന്തെങ്കിലും കാര്യം ചെയ്തു, ഞാൻ തന്നെയാണ് ചെയ്തത് എന്ന് നമുക്ക് ഒരു എംഫസിസ്, ഒരു ഉറപ്പ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തറപ്പിച്ച് പറയണം, ഞാൻ തന്നെയാണ് ഇത് ചെയ്തത്. ഐ വാഷ്ഡ് മൈ ക്ലോത്ത്സ് മൈസെൽഫ്. ഐ കുക്ക്ഡ് ഫുഡ് മൈസെൽഫ്. അങ്ങനെയൊക്കെ പറയാം. അല്ലാതെ മൈസെൽഫ് എന്ന് സെന്റൻസ് തുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതാണ് ആദ്യത്തെ ടിപ്പ്. ഓക്കെ, നോട്ട് ചെയ്യുന്നവര് നോട്ട് ചെയ്തോണേ. മൈസെൽഫ് എന്നല്ല നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പറയേണ്ടത്. നമ്മൾ ഐ ആം അല്ലെങ്കിൽ മൈ നെയിം ഈസ് എന്ന് പറയണം. ഓക്കെ, ഇനി ഞാൻ എൻ്റെ പേര് പറഞ്ഞു. ഇനി ഞാൻ എൻ്റെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്, അല്ലെങ്കിൽ എനിക്ക് ആരൊക്കെയാ ഉള്ളത് എന്നാണ് പറയാൻ പോകുന്നത്. സെന്റൻസ് ശ്രദ്ധിച്ച് കേട്ടോണം. ഞാൻ ഇപ്പൊ പറയാൻ പോകുന്ന സെന്റൻസിൽ ഒരു തെറ്റുണ്ട്. ഐ ആം ഹാവിങ് 2 sisters. ഐ ആം ഹാവിങ് 2 sisters. ഈ സെന്റൻസിൽ ഞാൻ ഉദ്ദേശിച്ച അർത്ഥം എന്ന് പറഞ്ഞാൽ എനിക്ക് 2 സിസ്റ്റേഴ്സ് ഉണ്ട് എന്നാണ്. ഓക്കെ, എനിക്ക് 2 സിസ്റ്റേഴ്സ് ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ആ സെന്റൻസിൽ ഒരു ചെറിയ തെറ്റുണ്ട്. അത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തിരുത്താൻ പറ്റും. എങ്ങനെയാന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ തെറ്റായ സെന്റൻസ് ഏതായിരുന്നു? ഐ ആം ഹാവിങ് 2 sisters. അതിനെ നമുക്ക് തിരുത്തുമ്പോൾ എങ്ങനെയാക്കാം? ഐ ഹാവ് 2 sisters. ഐ ഹാവ് 2 sisters. ഫുൾ സ്റ്റോപ്പ്. പിന്നെ ഒരു സെന്റൻസ് തുടങ്ങുമ്പോഴുള്ള റൂൾസ് ഒക്കെ അറിയാമല്ലോ അല്ലെ? ഫസ്റ്റ് ലെറ്റർ എപ്പോഴും എന്തായിരിക്കണം? ക്യാപിറ്റൽ ആയിരിക്കണം. സെന്റൻസ് തീരുമ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പും കൂടെ കൊടുത്തേക്കണം. ഓക്കെ, ഐ ഹാവ് 2 sisters. ഐ നമ്മുടെ ലെറ്റർ ഐ, then have HAV have 2 TWO 2 sisters SISTERS full stop. Okay, I have 2 sisters. എന്താ സെന്റൻസിന്റെ അർത്ഥം? എനിക്ക് 2 സിസ്റ്റേഴ്സ് ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ എനിക്ക് എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ഉണ്ട് എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ ഈസ് ഹാവിങ് എന്ന് ഉപയോഗിക്കേണ്ട ആവശ്യം ഇല്ല, അല്ലെങ്കിൽ ആർ ഹാവിങ് എന്ന് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഹാസ് അല്ലെങ്കിൽ ഹാവ് യൂസ് ചെയ്താൽ മതി. സിമ്പിൾ അല്ലേ? വെറുതെ എന്തിനാ നമ്മൾ ING ഒക്കെ അവിടെ ഉപയോഗിക്കുന്നത്? സിമ്പിൾ ആയിട്ട് നമുക്ക് ഹാവ് യൂസ് ചെയ്യാമെങ്കിൽ നമ്മൾ ഈസും ആറും ING ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഹാവ് യൂസ് ചെയ്യാം. ഐ ഹാവ് 2 sisters. ഐ ഹാവ് എ കാർ. ഐ ഹാവ് എ ഹൗസ്. ഐ ഹാവ് 2 siblings. ഒരു പുതിയ വാക്കാണ്, എഴുതിയെടുക്കേണ്ടവർ എഴുതിയെടുത്തോണം. സിബ്ലിങ്സ് SIBLINGS സിബ്ലിങ്സ്. സിബ്ലിങ്സ് എന്ന് വെച്ചാൽ സഹോദരങ്ങൾ. അതായത് ഇപ്പൊ എനിക്ക് 2 സിസ്റ്റേഴ്സും ഒരു ബ്രദറും ഉണ്ട്. അപ്പൊ ഞാൻ 3 പേരെയും കൂടെ ചേർത്തിട്ട് സഹോദരങ്ങൾ എന്നല്ലേ പറയാം മലയാളത്തില്. അതിന് നമ്മൾ ഇംഗ്ലീഷില് സിബ്ലിങ്സ് എന്നാ പറയാ. ഞാൻ സ്പെല്ലിംഗ് ഒന്നും കൂടെ പറയാം. SIBLINGS സിബ്ലിങ്സ്. ഓക്കെ, സോ ഐ ഹാവ് 2 siblings. They have 3 siblings. അവർക്ക് 3 സഹോദരങ്ങളുണ്ട്. ഇനി ഷീ ആണ് വരുന്നെങ്കിലോ നമുക്ക് ഹാവ് ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റൂല. അതിന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഹാസ് യൂസ് ചെയ്യണം. ഷീ ഹാസ് 3 siblings. അവൾക്ക് 3 സഹോദരങ്ങളുണ്ട്. അല്ലാതെ ഷീ ഈസ് ഹാവിങ് എന്നൊന്നും പറയേണ്ട കാര്യമില്ല അല്ലെ? നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ പറയുന്നതല്ലേ നല്ലത്. അപ്പോ ഷീ they have 2 siblings. ഓക്കെ, അപ്പൊ പുതിയൊരു വാക്കും കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിബ്ലിങ്സ് SIBLINGS സിബ്ലിങ്സ് സഹോദരങ്ങൾ. അപ്പോ എനിക്ക് 2 സഹോദരങ്ങൾ ഉണ്ട് എന്ന് പറയാനായിട്ട് ഐ ആം ഹാവിങ് എന്നോ
അല്ലെങ്കിൽ അവൾക്ക് 2 സഹോദരങ്ങളുണ്ട് എന്ന് പറയാനായിട്ട് ഷീ ഈസ് ഹാവിങ് എന്ന് പറയേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് ആഡ് ചെയ്താൽ മതി? ഹാസ് അല്ലെങ്കിൽ ഹാവ് ആഡ് ചെയ്താൽ മതി. ഇനി ഹാസും ഹാവും എവിടെയൊക്കെ വരുന്നത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ. ഹാസ് എവിടെയൊക്കെയാ വരിക? ഷീയുടെ കൂടെ ഹാസ് വരും, ഹീയുടെ കൂടെ ഹാസ് വരും, ഇറ്റിന്റെ കൂടെയും ഹാസ് വരും. ഹാവ് എവിടെയൊക്കെ വരും? ഐ ഹാവ്, വി ഹാവ്, ദേ ഹാവ്, യു ഹാവ്. ഓക്കെ, അപ്പൊ യു ഹാവ് 2 siblings, we have 2 siblings, they have 2 siblings. ഓക്കെ, മറക്കൂലല്ലോ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഉണ്ട് എന്ന് പറയാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്താൽ മതി? ഹാവ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അതാണ് നമ്മുടെ രണ്ടാമത്തെ ടിപ്പ്, കറക്ഷൻ. ആദ്യത്തെ കറക്ഷൻ മറന്നു പോരുതേ. ആദ്യത്തെ കറക്ഷൻ നമ്മൾ പറഞ്ഞെന്തായിരുന്നു? ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് പറയണം? ഐ ആം ഹുസ്ന അമീൻ എന്ന് പറയണം. മൈസെൽഫ് ഹുസ്ന അമീൻ എന്ന് പറയുന്നത് ഒരു റോങ് കൺസ്ട്രക്ഷൻ ആണ്. നമുക്ക് ഐ ആം യൂസ് ചെയ്താൽ മതി. സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നിടത്ത് നമ്മൾ എന്തിനാ വെറുതെ മൈസെൽഫ് ഒക്കെ യൂസ് ചെയ്യുന്നത്? മൈസെൽഫ് യൂസ് ചെയ്യാനായിട്ടുള്ളൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തന്നായിരുന്നു. എന്തായിരുന്നു? ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു എന്ന് പറയാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? മൈസെൽഫ് യൂസ് ചെയ്യാം. ഓക്കെ, രണ്ടാമത് ഞാൻ പറഞ്ഞത് എന്തായിരുന്നു? എനിക്ക് 2 സഹോദരങ്ങളുണ്ട്, എനിക്ക് 2 സഹോദരിമാരുണ്ട്, അല്ലെങ്കിൽ എനിക്ക് 2 അനിയത്തിമാരുണ്ട്, എനിക്കൊരു കാറുണ്ട്, അവൾക്കൊരു വീടുണ്ട്. ഇങ്ങനെയൊക്കെ പറയാനായിട്ട് നമുക്ക് ഈസ് ഹാവിങ്, ആർ ഹാവിങ് എന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഹാസ് അല്ലെങ്കിൽ ഹാവ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, ദേ ഹാവ് എ കാർ, വി ഹാവ് എ കാർ, ദേ ഹാവ് എ ബ്യൂട്ടിഫുൾ ബിൽഡിംഗ്. അതുപോലെ ഐ ഹാവ് എ പെൻ, ഇങ്ങനെ പറയാം. അതായിരുന്നു നമ്മുടെ രണ്ടാമത്തേത്. ഇനി മൂന്നാമത്തേതും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരിതാണ്. ഇതൊരു എന്താ പറയാ, നമ്മൾ സ്ഥിരം യൂസ് ചെയ്യാറുള്ള ഒരു വേർഡാണ്. ഇത് ഗ്രാമർ ഒന്നും അല്ല കേട്ടോ. ഇനി പറയാൻ പോകുന്നത് ചില വേർഡ്സ് നമ്മൾ തെറ്റായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഒരുപാട് പേര് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ വിചാരിക്കും ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട് അത് ശരിയാണ്. നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവും. അവൾ എൻ്റെ കസിൻ സിസ്റ്റർ ആണ്, അവൻ എൻ്റെ കസിൻ ബ്രദർ ആണ് എന്ന് പറയാറില്ലേ? ആ നിൽക്കുന്നത് എൻ്റെ കസിൻ സിസ്റ്റേഴ്സ് ആണ്, ആ നിൽക്കുന്നത് എൻ്റെ കസിൻ ബ്രദേഴ്സ് ആണ് എന്നൊക്കെ പറയാറില്ലേ? അത് തെറ്റാട്ടോ. നമുക്ക് എന്ത് ചെയ്യാം? കസിൻ സിസ്റ്റേഴ്സ് എന്നും കസിൻ ബ്രദേഴ്സ് എന്നൊന്നും പറയണ്ട. നമുക്ക് എന്ത് പറഞ്ഞാൽ മതി? കസിൻസ്, കസിൻസ് എന്ന് പറഞ്ഞാൽ മതി. കസിൻസ് എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? സ്പെല്ലിംഗ് പറഞ്ഞുതരാം ആദ്യം. COUSIN, കസിൻ. കസിന്റെ പ്ലൂറൽ ബഹുവചനമാണ് കസിൻസ്. COUSINS, കസിൻസ്. ഓക്കെ, സ്പെല്ലിംഗ് നോട്ട് ചെയ്തോണേ. COUSIN, കസിൻ. അതിന്റെ ബഹുവചനം അല്ലെങ്കിൽ പ്ലൂറൽ ആണ് കസിൻസ്. COUSINS. കസിൻസ് എന്ന് പറഞ്ഞാൽ ആരാന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലെ? അതായത് ഇപ്പൊ എൻ്റെ ഉമ്മയുടെ സഹോദരന്റെ അല്ലെങ്കിൽ സഹോദരിയുടെ മക്കള്, അതുപോലെ എൻ്റെ ഉപ്പാന്റെ സഹോദരിയുടെ അല്ലെങ്കിൽ സഹോദരന്റെ മക്കള്, അവരാണ് നമ്മുടെ കസിൻസ് എന്ന് പറയുന്നത്. നമ്മൾ പറയാറുണ്ട് കസിൻ സിസ്റ്റർ എന്നും കസിൻ ബ്രദർ എന്നും പറയാറുണ്ട്. ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ വിചാരിക്കും അതൊക്കെ ശരിയാണ്. എല്ലാവരും യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് ശരിയാവണമെന്നില്ല കേട്ടോ. അപ്പോ കസിൻസ് എന്നാ പറയണ്ടേ. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഷീ ഈസ് മൈ കസിൻ, അവൾ എൻ്റെ കസിനാണ്. അല്ലാതെ ഷീ ഈസ് മൈ കസിൻ സിസ്റ്റർ എന്ന് പറയേണ്ട കാര്യമില്ല. ഓക്കെ, ഷീ ഈസ് മൈ കസിൻ. അതുപോലെ ഹീ ഈസ് മൈ കസിൻ, കസിൻ സിസ്റ്റർ, കസിൻ ബ്രദർ എന്നൊക്കെ പറയുന്നത് ഒരു റോങ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇനി മുതൽ നമ്മൾ എന്ത് പറയും? നമ്മുടെ കുഞ്ഞുമ്മയുടെയോ അല്ലെങ്കിൽ എളാപ്പയുടെയോ ഒക്കെ മക്കളെയൊക്കെ നമ്മൾ കസിൻസ് എന്നാ പറയാ. ഓക്കെ, കസിൻ ബ്രദർ അല്ലെങ്കിൽ കസിൻ സിസ്റ്റർ അല്ല, കസിൻ. ഓക്കെ, അവൻ എൻ്റെ കസിൻ ആണ്, അവൾ എൻ്റെ കസിൻ ആണ്, ആ നിൽക്കുന്നത് എൻ്റെ കസിൻസ് ആണ് എന്നൊക്കെയാ പറയാ. ഓക്കെ, ദേ ആർ മൈ കസിൻസ്, ഷീ ഈസ് മൈ കസിൻ, ഹി ഈസ് മൈ കസിൻ. ഓക്കെ, കസിന്റെ സ്പെല്ലിങ്ങും മറന്നു പോരുതേ. പുതിയ 2 വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് സിബ്ലിംഗ്, SIBLING, സഹോദരൻ അല്ലെങ്കിൽ സഹോദരങ്ങൾ എന്ന് പറയാനായിട്ടാണ് നമ്മൾ സിബ്ലിങ്സ് യൂസ് ചെയ്യുക. ദെൻ പിന്നെ പഠിച്ചത് കസിൻ ആണ്, COUSIN, കസിൻ. ഓക്കെ, ഇനി അടുത്തത്
നാലാമത്തത് ഇനി നമ്മള് വേറൊരു വാക്ക്, ഒരു വേർബ് എന്താണെന്നറിയോ? പ്രവൃത്തി, അല്ലെങ്കിൽ ആക്ടിവിറ്റി, ആക്ഷൻ, അതാണ് വേർബ് എന്ന് പറയാം. ചില വാക്കുകളോടൊപ്പം ചില പ്രിപ്പോസിഷൻസ് നമ്മൾ യൂസ് ചെയ്യണം. ചില വാക്കുകളോടൊപ്പം ചില പ്രിപ്പോസിഷൻസ് നമ്മൾ യൂസ് ചെയ്യണ്ട. എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ ആദ്യം തന്നെ ഒരു വാക്ക് പറഞ്ഞിരുന്നു, ഡിസ്കസ്. DISCUSS, ഡിസ്കസ്. ഓക്കെ, ഡിസ്കസ്. ഡിസ്കസ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ചർച്ച ചെയ്യുക. നമ്മൾ എപ്പോഴും കണ്ടുവരുന്ന ഒരു തെറ്റാണ്, വി ഡിസ്കസ്ഡ് അബൌട്ട് ദ മാറ്റർ. ഞങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു എന്നാണ് ആ സെന്റൻസിന്റെ അർത്ഥം. പക്ഷേ നമ്മൾ വരുത്തിയ ഒരു തെറ്റുണ്ട് ആ സെന്റൻസിൽ. എന്താ നോക്കാം. വി ഡിസ്കസ്ഡ് അബൌട്ട് ദ മാറ്റർ എന്നാണ് പറഞ്ഞത്. ഡിസ്കസിന് ശേഷം എബൌട്ട് എന്ന വാക്ക് ഉപയോഗിക്കുന്നതും തെറ്റാണ്. ഓക്കെ, അപ്പൊ ഡിസ്കസിന് ശേഷം എബൌട്ട് എന്ന് നമ്മൾ വാക്ക് യൂസ് ചെയ്യണ്ട. നമ്മൾ ഈ കറക്ഷൻ ചെയ്യുന്നതിലൂടെ കുറെ വാക്കുകൾ കുറച്ചും കൂടെ യൂസ് ചെയ്യാം കേട്ടോ. നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞതിൽ മൈസെൽഫ് എന്ന് പറയുന്നതിന് ഒരു നമ്മൾ ഐ ആം എന്നാക്കി, ഐ ആം ഹാവിങ് എന്ന് പറയുന്നതിന് ഒരു നമ്മൾ ഐ ഹാവ് ആക്കി. അതുപോലെ കസിൻ സിസ്റ്റർ, കസിൻ ബ്രദർ എന്ന് പറയുന്നതിന് പകരം നമ്മൾ കസിൻ എന്ന് മാത്രമാക്കി. നാലാമത് നോക്കിക്കേ, ഡിസ്കസ് അബൌട്ട് ദ മാറ്റർ എന്ന് പറയുന്ന തെറ്റാ. എബൌട്ട് വേണ്ട ഡിസ്കസിന് ശേഷം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആ എബൌട്ടിനെ പതിയെ അങ്ങോട്ട് നീക്കി വെച്ചു. അപ്പൊ എന്തായി? വി ഡിസ്കസ്ഡ് ദ മാറ്റർ. ഞങ്ങൾ ആ കാര്യം ചർച്ച ചെയ്തു. ചർച്ച ചെയ്തു എന്ന വാക്കിനാണ് ഡിസ്കസ് എന്ന വാക്ക് നമ്മൾ യൂസ് ചെയ്തത്. ഡിസ്കസിന് ശേഷം എന്ത് വേണ്ട? എബൌട്ട് എന്ന വാക്കും കൂടെ വേണ്ട. ഡിസ്കസ് ആ വാക്കിനകത്ത് തന്നെ നമ്മൾ ചർച്ച ചെയ്തു എന്ന് അർത്ഥമുണ്ട്. അപ്പം അതിനോടൊപ്പം എബൌട്ട് എന്ന് പറഞ്ഞ വാക്ക് നമുക്ക് വേണ്ട. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയൊന്നും പഠിച്ചിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. അത് നമ്മൾ കുറച്ചൊരു ഗ്രാമറിലേക്ക് കടക്കുന്ന ഒരു ഏരിയ ആണ്. ഇതുവരെ നമ്മൾ പറഞ്ഞത് ചില വാക്കുകളുടെ ഉപയോഗമാണ് അല്ലെ? മൈസെൽഫ്, അതുപോലെ ഹാവ്, പിന്നെ കസിൻ, അതുപോലെ നമ്മൾ ഇപ്പൊ പറഞ്ഞ ഡിസ്കസ്. ഡിസ്കസ് മാത്രമായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്കൊരു എന്താ പറയാ, കുറച്ചൊരു കട്ടിയായിട്ട് തോന്നുന്നത്. ഒന്നുമില്ല, ഡിസ്കസ് എന്ന വാക്ക് നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതിനുശേഷം എബൌട്ട് എന്ന് യൂസ് ചെയ്യണ്ട. എബൌട്ട് വേണ്ട. ഐ ഡിസ്കസ്ഡ് ദ ടോപ്പിക്. ഞാൻ ആ ടോപ്പിക് ഡിസ്കസ് ചെയ്തു. എബൌട്ട് എന്നുള്ളത് വേണ്ട. അപ്പൊ ഒരു സെന്റൻസ് തരാണ്, ദേ ഡിസ്കസ്ഡ് അബൌട്ട് ദ ക്രിക്കറ്റ് മാച്ച് എന്ന് പറഞ്ഞിട്ട് സെന്റൻസ് കറക്റ്റ് ചെയ്യാൻ തന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ആ എബൌട്ട് അങ്ങ് എടുത്ത് കളഞ്ഞാൽ മാത്രം മതി. അപ്പൊ ആ സെന്റൻസ് കറക്റ്റ് ആയി. ദേ ഡിസ്കസ്ഡ് ദ ക്രിക്കറ്റ് മാച്ച്. ഓക്കെ, ഇനി നമ്മുടെ അടുത്തതിലേക്ക് പോവാം. ഇനി ഞാനൊരു റോങ് സെന്റൻസ് പറയുവാണേ. ശ്രദ്ധിച്ചു കേട്ടോണം. എന്താ അതിനകത്ത് തെറ്റെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ഐ ഡിഡിന്റ് കെയിം യെസ്റ്റർഡേ. ഐ ഡിഡിന്റ് കെയിം യെസ്റ്റർഡേ. എന്താണ് ആ സെന്റൻസിന്റെ അർത്ഥം? ഐ ഡിഡിന്റ് കെയിം യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ വന്നില്ല എന്നാണ് അർത്ഥം. ഓക്കെ, ഞാൻ ഇന്നലെ വന്നില്ല. ആ സെന്റൻസിൽ ഒരു തെറ്റുണ്ടേ. നമുക്ക് ഓരോരോ വാക്കായിട്ട് നോക്കാം. ഐ, ഞാൻ, ഡിഡിന്റ്, ഇല്ല, കെയിം, വന്നു, യെസ്റ്റർഡേ, ഇന്നലെ. അപ്പം ഞാൻ ഇന്നലെ വന്നില്ല എന്നാണ് ആ സെന്റൻസിന്റെ അർത്ഥം. ഇതിൽ വന്നിരിക്കുന്ന തെറ്റ് എന്താണെന്നറിയോ? ഡിഡ് ഏത് വെർബാന്നറിയോ? ഏത് ടെൻസിലെ വെർബാന്നറിയോ? പാസ്റ്റ് ആണ്. ഓക്കെ, കഴിഞ്ഞ കാലത്തെ സൂചിപ്പിക്കുന്ന വെർബാണ് ഡിഡ്. അപ്പൊ ഡിഡ് എന്ന വാക്ക് നമ്മളൊരു സെന്റൻസിൽ യൂസ് ചെയ്യുമ്പോൾ ഡിഡിന് ശേഷം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ബേസ് ഫോം ഓഫ് ദ വെർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഡിഡിന് ശേഷം എന്ത് യൂസ് ചെയ്യണം? ബേസ് ഫോം ഓഫ് ദ വെർബ്. ബേസ് ഫോം ഓഫ് ദ വെർബ് എന്ന് വെച്ചാൽ V1. ഫോർ എക്സാമ്പിൾ, കം, സിറ്റ്, സ്ലീപ്, ജംപ്, റീഡ്, റൈറ്റ്, സ്വിം. ഇതെല്ലാം എന്താണ്? ബേസ് ഫോം ഓഫ് ദ വെർബ് അല്ലെങ്കിൽ V1 ആണ്. ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ് ആണ്. അപ്പം ആ കം, സിറ്റ്, ജംപ്, റൈറ്റ്, റീഡ് എന്ന് പറഞ്ഞ വാക്കുകളിലൊന്നും വേറെ അഡീഷൻസ് ഒന്നുമില്ല. നമ്മൾ അതിനകത്ത് എസ് ആഡ് ചെയ്തിട്ടില്ല, ED ആഡ് ചെയ്തിട്ടില്ല. അത് അങ്ങനെ തന്നെ അങ്ങ് നിൽക്കുകയാണ്. വെർബ് ആസ് ഇറ്റ് ഈസ് അങ്ങനെ തന്നെ നിൽക്കുക. ബേസ് ഫോമിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോ ഐ ഡിഡിന്റ് കെയിം യെസ്റ്റർഡേ എന്നുള്ളത് തെറ്റാണ്. അതിന് പകരം ഐ ഡിഡിന്റ് കം യെസ്റ്റർഡേ എന്നാക്കണം. ഓക്കെ, ഐ ഡിഡിന്റ്
come yesterday. I didn't come yesterday. അതുപോലെ വേറെ വാക്കുകളാക്കി നോക്കാം നമുക്ക്. I didn't eat yesterday. I didn't ate yesterday എന്നുള്ളത് തെറ്റാണ്. അതിന് പകരം നമുക്ക് എന്താക്കാം? ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. നമ്മൾ വെർബ് എന്ന് പഠിക്കുമ്പോൾ പഠിക്കില്ലേ, ആദ്യമേ പഠിക്കുന്ന വെർബുകൾ എന്തൊക്കെയാ? കം, സിറ്റ്, റൈറ്റ്, റീഡ്, ജംപ്, സ്വിം, സ്റ്റാൻഡ്. അതിനകത്ത് നമ്മൾ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. എസ് ആഡ് ചെയ്തിട്ടില്ല, ഇ ഡി ആഡ് ചെയ്തിട്ടില്ല, അതിന്റെ ഫോം മാറ്റിയിട്ടില്ല. അതുപോലെ വെർബ് അതുപോലെ യൂസ് ചെയ്യാം ഡിഡിന് ശേഷം. ഐ ഡിഡിന്റ് കം യെസ്റ്റർഡേ. ഐ ഡിഡിന്റ് ഡ്രിങ്ക് യെസ്റ്റർഡേ. ഐ ഡിഡിന്റ് ലേൺ യെസ്റ്റർഡേ. ഐ ഡിഡിന്റ് റീഡ് യെസ്റ്റർഡേ. ഓക്കെ, അപ്പൊ ഡിഡിന് ശേഷം വെർബ് അതുപോലെ യൂസ് ചെയ്യുക. അതിനോടൊപ്പം എസ് ഒ ഇ ഡി ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താ? ഡിഡ് ഓൾറെഡി അവിടെ പാസ്റ്റ് ടെൻസിനെ സൂചിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ കാലത്തെ സൂചിപ്പിക്കുന്ന ഒരു വെർബാണ് ഡിഡ്. അതിനോടൊപ്പം പിന്നെയും നമ്മൾ പാസ്റ്റ് വെർബ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബേസ് ഫോം ഓഫ് ദ വെർബ് അല്ലെങ്കിൽ ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ടേ. ഐ ഡിഡിന്റ് കം യെസ്റ്റർഡേ, ഐ ഡിഡിന്റ് റീഡ് യെസ്റ്റർഡേ എന്നൊക്കെ ഉള്ളത്. ഇനി ഞാനൊരു സെന്റൻസ് പറയാം, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ആ സെന്റൻസിൽ എന്തെങ്കിലും തെറ്റുണ്ടോ. ഞാൻ ഒരു സെക്കൻഡ് തരും ചിന്തിക്കാൻ, അതിനുശേഷം ഞാൻ അതിന്റെ ഉത്തരം പറയാം. ഓക്കെ, ഷീ ഡിഡിന്റ് took the pencil. She didn't took the pencil. She didn't took the pencil. She didn't took the pencil എന്ന് പറഞ്ഞാല് അവൾ പെൻസിൽ എടുത്തിട്ടില്ല എന്നാണ് അർത്ഥം. ഓക്കെ, അവൾ പെൻസിൽ എടുത്തിട്ടില്ല. ഇനി നമുക്ക് നോക്കാം, ഓരോ വെർബും നോക്കാം. ഷീ എന്താണ്? നമ്മുടെ സെന്റൻസിലെ സബ്ജക്റ്റ് ആണ് അല്ലെ. ഈ കൃത്യം ചെയ്തിരിക്കുന്ന ആരാ? ഷീ ആണ്. അതാണ് നമ്മുടെ സെന്റൻസിലെ സബ്ജക്റ്റ്. ഓക്കെ, ദെൻ ഡിഡിറ്റ് ഇല്ല, ടുക്ക് എടുത്തു, ദ പെൻസിൽ പെൻസിൽ. അപ്പൊ അവൾ എന്ത് ചെയ്തിട്ടില്ല? അവൾ പെൻസിൽ എടുത്തിട്ടില്ല. അർത്ഥമൊക്കെ കറക്റ്റ് ആണ്. പക്ഷെ എന്തു പറ്റി? ഡിഡിന്റിന് ശേഷം എന്താ കൊടുത്തിരിക്കുന്നത്? ടുക്ക് എന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത്. ടുക്ക് എന്ന വെർബാണ് കൊടുത്തിരിക്കുന്നത്. ടുക്ക് എന്ന് പറയുന്നത് V2 അല്ലെങ്കിൽ പാസ്റ്റ് ഫോം ഓഫ് ദ വെർബാണ്. ടേക്ക്, ടുക്ക്, ടേക്കൺ അങ്ങനെയാ പറയാ നമ്മള്. ടേക്ക് V1 ആണ്, ടുക്ക് V2 ആണ്, ടേക്കൺ V3 ആണ്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് V1, V2, V3 പഠിക്കുമ്പോൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്താല് ഒരുപാട് നീണ്ടുപോകും നമ്മുടെ ക്ലാസ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത്ര മാത്രം മനസ്സിലാക്കുക. ഡിഡിന് ശേഷം എപ്പോഴും നമ്മൾ V1 ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ എങ്ങനെ നമുക്ക് അതിനെ മാറ്റി എഴുതാം? ഷീ ഡിഡിന്റ് ടേക്ക് ദ പെൻസിൽ. ഷീ ഡിഡിന്റ് ടേക്ക് ദ പെൻസിൽ. അവൾ എന്ത് ചെയ്തിട്ടില്ല? പെൻസിൽ എടുത്തിട്ടില്ല. ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഡിഡിന് ശേഷം എന്ത് വന്നൂടാ? ടുക്ക് എന്നോ കെയിം എന്നോ സാറ്റ് എന്നോ എയ്റ്റ് എന്നോ പറഞ്ഞിട്ടുള്ള പാസ്റ്റ് വെർബ്സ് വന്നൂടാ. അതിന് പകരം നമ്മുടെ V1 അല്ലെങ്കിൽ പ്രസന്റ് ഫോം ഓഫ് വെർബ് ആണ് വരേണ്ടത്. പ്രസന്റ് ഫോം നമ്മൾ പറയില്ലേ, ഐ ഗോ ടു സ്കൂൾ, ദേ ഗോ ടു സ്കൂൾ, വി ഗോ ടു സ്കൂൾ. അപ്പൊ ആ ഗോ എന്നുള്ള വേർഡ് ഇല്ലേ, അതുപോലത്തെ വെർബ്സ് ആണ് നമ്മൾ ഡിഡിന് ശേഷവും എഴുതേണ്ടത്. കാരണം ഡിഡ് എന്ന് പറയുന്നത് ഓൾറെഡി ഒരു പാസ്റ്റ് വെർബ് ആണ്. അതിനോടൊപ്പം പിന്നെയും ഒരു പാസ്റ്റ് വെർബിന്റെ ആവശ്യം ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ റിവൈൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ലാസ്റ്റ് ഒരു സമ്മപ്പിന് പകരമാണ് ഞാൻ ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം മൈസെൽഫിന്റെ കാര്യം പറഞ്ഞു. ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മൈസെൽഫ് ഉപയോഗിക്കാൻ പാടില്ല. അതിന് പകരം ഐ ആം യൂസ് ചെയ്യണം. രണ്ടാമത് നമ്മൾ പറഞ്ഞത് എനിക്ക് എന്തെങ്കിലും ഉണ്ട്, അവൾക്ക് എന്തെങ്കിലും ഉണ്ട്, അവൻ എന്തെങ്കിലും ഉണ്ട് എന്ന് പറയാനായിട്ട് നമ്മൾ ING യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അതിന് പകരം നമുക്ക് ഹാവ് അല്ലെങ്കിൽ ഹാസ് യൂസ് ചെയ്താൽ മതി. പിന്നെ കസിൻ സിസ്റ്റർ, കസിൻ ബ്രദർ എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. അതിന് പകരം നമ്മൾ ജസ്റ്റ് കസിൻ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, ദെൻ നാലാമത് നമ്മൾ പറഞ്ഞത് ഡിസ്കസിന്റെ കാര്യമാണ്. ഡിസ്കസ്, DISCUSS. ഡിസ്കസ് എന്ന വാക്കിനോടൊപ്പം എബൌട്ട് എന്ന പ്രിപ്പോസിഷൻ ചേർക്കേണ്ട ആവശ്യമില്ല. ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. ഒരു സെന്റൻസിൽ ഡിസ്കസിന് ശേഷം എബൌട്ട് എന്നും കൂടെ തന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ആ എബൌട്ട് അങ്ങ് മാറ്റിയാൽ ആ തെറ്റങ്ങ് മാറും. അഞ്ചാമതായിട്ട് നമ്മൾ നോക്കിയതാണ്
ഡിഡിന് ശേഷം പാസ്റ്റ് വേർബ്സ് വരാൻ പാടില്ല. പാസ്റ്റ് വേർബ്സിന് പകരം എന്ത് ചെയ്യണം? പ്രസന്റ് വേർബ് ആക്കി മാറ്റണം. ഓക്കെ, അതാണ് വാട്ട്സ് ഐ ഡിഡിൻറ്റ് കെയിം എന്ന് പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞത് അല്ലെ. ഐ ഡിഡിൻറ്റ് കം യെസ്റ്റർഡേ എന്നാണ് ആക്കേണ്ടത്. ഐ ഡിഡിൻറ്റ് ഡ്രിങ്ക് യെസ്റ്റർഡേ എന്നാണ് പറയേണ്ടത്. ഓക്കെ ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇനി ഒരു നിങ്ങളുടെ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള 3 സിമ്പിൾ ടിപ്സും കൂടെ പറയാം. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ സോ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കറക്ഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് 3 കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് എൻ്റെ ഈ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാനായിട്ട്, നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇംഗ്ലീഷ്, നമ്മുടെ മലയാളം എങ്ങനെയാ നമ്മൾ പഠിച്ചേ? നമ്മൾ വീട്ടിലെ നമ്മുടെ നമ്മുടെ ഉമ്മയും ഉപ്പയും അച്ഛനും അമ്മയും നമ്മുടെ ചേച്ചിമാരും ചേട്ടന്മാരും ആന്റിമാരും അങ്കിൾമാരും ഒക്കെ പറയുന്നത് കേട്ടിട്ടാ പഠിച്ചേ അല്ലേ? അപ്പൊ ഇംഗ്ലീഷ് നമ്മൾ കേൾക്കാതെ എങ്ങനെ പഠിക്കും? നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇംഗ്ലീഷ് കേട്ട് പഠിക്കണം. ഓക്കെ, ഇംഗ്ലീഷ് കേട്ട് പഠിക്കണം. ഇംഗ്ലീഷ് എങ്ങനെ കേട്ട് പഠിക്കുക? ഇംഗ്ലീഷ് കേട്ട് പഠിക്കണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിന്റെ ചെറിയ ചെറിയ സ്റ്റോറീസ് കിട്ടുന്ന ചാനൽസ് ഒക്കെ അവൈലബിൾ ആണ്. യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. ഇംഗ്ലീഷ് സ്റ്റോറീസ്, കുഞ്ഞു കുഞ്ഞു സ്റ്റോറീസ് കിട്ടുന്ന ചാനൽസ് അവൈലബിൾ ആണ്. അപ്പൊ ആ ചാനൽസിൽ എന്ത് ചെയ്യണം? ആ വീഡിയോസ്, ആ സ്റ്റോറീസിന്റെ വീഡിയോസ് ജസ്റ്റ് ആ പിക്ചർ മാത്രം കാണാതെ എന്ത് ചെയ്യണം? ആദ്യം ആ വീഡിയോ ഫുള്ള് നമ്മൾ കേൾക്കണം. ഒരു 3 മിനിറ്റ് സ്റ്റോറീസ് ഒക്കെ നമുക്ക് കിട്ടും. 3 മിനിറ്റ് മാത്രമുള്ള സ്റ്റോറീസ്, അതൊക്കെ ഒന്ന് കേൾക്കുക. രണ്ടാമത്തെ ടിപ്പ് എന്ന് വെച്ചാല്, നമ്മൾ ആ സ്റ്റോറി കേട്ടിട്ട് പറ്റുമെങ്കിൽ അതിലുള്ള 1-2 വാക്കുകളൊന്ന് നമ്മുടെ ബുക്കിലേക്ക് ഒന്ന് എഴുതാൻ ശ്രമിച്ചു നോക്കണം. എന്തിനാണെന്നറിയോ? അത് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാ. അപ്പൊ വൺസ് അപ്പോൺ എ ടൈം ദെയർ ലീവ്ഡ് എ കിങ് എന്ന് പറയുമ്പം അതിനകത്ത് നമുക്കറിയാവുന്ന 1-2 വാക്കെങ്കിലും കാണില്ലേ? കിങ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? വൺസ് അപ്പോൺ എ ടൈം എന്ന് നമ്മൾ എല്ലാ കഥകളുടെ ആദ്യം കേൾക്കുന്നയാ. അപ്പൊ അതുപോലുള്ള വാക്കുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാല്, ഡെയിലി നമ്മുടെ ദിവസത്തെ കുറിച്ച് എഴുതുക. അതായത് ഡയറി എഴുതുക. ഇംഗ്ലീഷിൽ ഡയറി എഴുതുമ്പം ഉള്ള ഗുണം എന്താന്ന് വെച്ചാല്, ആരും നമ്മുടെ ഡയറി വന്ന് കറക്റ്റ് ചെയ്യാൻ വരില്ല. നമ്മുടെ ഡയറി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പേഴ്സണൽ സാധനമാണ്. നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന സാധനം. അതാരും വന്ന് കാണിച്ചു കൊടുക്കില്ല. നമ്മൾ ആർക്കും കാണിച്ചു കൊടുക്കാത്തൊരു സാധനമാണ് നമ്മുടെ ഡയറി. ആ ഡയറിയിൽ നമ്മൾ എഴുതുക. അപ്പൊ അതിനകത്ത് എൻ്റെ ഒരു ഗുണം എന്താണെന്നറിയോ? നമ്മൾ ഈ മിസ്റ്റേക്സിനെ കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് എങ്ങനെയാണോ അറിയാവുന്നത് അതുപോലെ ഇല്ല. ഒന്നും വേണ്ട, ഒരു 10-15 സെന്റൻസ് ഒന്നും വേണ്ട. ജസ്റ്റ് ഒരു ദിവസം ഒരു 3 സെന്റൻസ്. ഓക്കെ, ഒരു 3 സെന്റൻസ് മാത്രം എഴുതിയാൽ മതി ഒരു ദിവസം. അപ്പൊ 3 ടിപ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഷോർട്ട് സ്റ്റോറീസ്, വളരെ ചെറിയ ഡ്യൂറേഷൻ ഉള്ള സ്റ്റോറീസ് കേൾക്കുക, അതിന്റെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ അതിനകത്തുനിന്ന് 1-2 പ്രാവശ്യമൊക്കെ കേട്ട് കഴിയുമ്പോൾ ചില വാക്കുകളൊക്കെ നമുക്ക് മനസ്സിലാവും. അതൊന്ന് എഴുതി വെക്കാനായിട്ട് ശ്രമിക്കാം. എന്തിനാന്ന് വെച്ചാല്, നമ്മളിത് ലിസൺ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മൂന്നാമത്തെ ടിപ്പ് പറഞ്ഞത്, എല്ലാ ദിവസവും ഡയറി എഴുതുക. ഒരുപാട് സെന്റൻസ് ഒന്നും എഴുതണ്ട, ഒരു 3 സെന്റൻസ് ഇത് എഴുതിയാൽ മതി. ഒരാഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ആ 3 സെന്റൻസ് എഴുതി വരുമ്പോൾ എന്ത് പറ്റും? നിങ്ങളുടെ ഇംഗ്ലീഷിന്റെ ഫ്ലുവൻസി കൂടും. നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂടും. ഇംഗ്ലീഷിനോടുള്ള പേടിയൊക്കെ അങ്ങ് മാറും. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മുടെ ടോപ്പിക്കില് കുറെ കറക്ഷൻസ് ആണ് പഠിച്ചത്. ഇതിനർത്ഥം കറക്ഷൻസ് ഉള്ളത് കൊണ്ട് ഒരുപാട് എറേഴ്സ് നമ്മൾ വരുത്തുന്നതുകൊണ്ട് നമ്മളിത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല എന്നൊന്നുമല്ല. കറക്ഷൻസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ നമ്മൾ എങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് ഒരു കാര്യം പ്രസന്റ് ചെയ്യുന്നു എന്നതനുസരിച്ചാണ് നമ്മള് സ്പീക്കിംഗ് സ്കില്ല് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എത്ര കറക്ഷൻ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് സംസാരിക്കാനായിട്ട് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കണം. എഴുതാനായിട്ടും വായിക്കാനായിട്ടും സംസാരിക്കാനായിട്ടും നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ ഭാഗത്ത് നിന്ന് കോൺസ്റ്റന്റ് ആയിട്ടുള്ള എഫേർട്ട്, നല്ലൊരു കഠിനാധ്വാനം വേണം സത്യത്തില്. ചെറിയ ചെറിയ ടിപ്സിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് പറഞ്ഞത് നമ്മുടെ ഒരു ക്ലാസിന്റെ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു എന്താ പറയാ, ഈ മിസ്റ്റേക്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ചില മിസ്റ്റേക്സ് ആണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. സോ ക്ലാസ് എല്ലാവർക്കും
യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് കരുതുകയാണ്. ഞാൻ വളരെ ബേസിക് ലെവലിൽ നിന്നുള്ള ക്ലാസ് ആണ് എടുത്തിരിക്കുന്നത്. ഞാൻ എൻ്റെ മാക്സിമം വളരെ ബേസിക് ലെവലിൽ നിന്നാണ് ആം, പറഞ്ഞു തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. I hope all of you enjoyed the class. Thank you. Hello, am I audible? Yes. Yes. Okay, my dear children, ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് ഇഷ്ടമായോ? മനസ്സിലായായിരുന്നോ? ഒന്ന് രണ്ട് പേരൊന്ന് റെസ്പോണ്ട് ചെയ്താൽ കൊള്ളായിരുന്നു. ക്ലിയർ ആയിരുന്നോ? പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ? കേൾക്കുന്നുണ്ടായിരുന്നോ? ജസ്റ്റ് റെസ്പോണ്ട്. How was it? Okay. ഓക്കെ മൈ ഡിയേഴ്സ്, ഇന്നത്തെ സെഷനിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന അതിഥി ഹുസ്ന അമീൻ ആയിരുന്നു. ആള് UG PG ഡിഗ്രി PG സ്റ്റുഡൻസിനെയൊക്കെ പഠിപ്പിക്കുന്ന ലെക്ചറാണ്, പ്രൊഫസറാണ്. അവര് നമ്മൾക്ക് ബേസിക് സെഷൻ എടുക്കുന്ന സമയത്ത് എങ്ങനെ ഇരിക്കും എന്നുള്ളത് എനിക്കിഷ്ടമാണ്. ഷപ്ന എന്ന് പറഞ്ഞു, ബട്ട് ആക്ച്വലി ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. കാരണം ബ്യൂട്ടിഫുൾ ആയിരുന്നു, നല്ല ക്ലാരിറ്റി ഉണ്ട്, പറയുന്ന കാര്യങ്ങൾക്ക് നല്ല വ്യക്തത ഉണ്ട്. അത് പറഞ്ഞ് നമ്മുടെ ഉള്ളിലേക്ക് അതങ്ങോട്ട് കിട്ടുന്ന വിധത്തില് നമ്മൾക്ക് അതങ്ങോട്ട് ഉറച്ചോളും. ആ സംഗതികളൊക്കെ അങ്ങ് ഉറച്ചോളും. എന്തൊക്കെയാണ് ഇത് മാത്രമൊന്നുമല്ല കോമൺ മിസ്റ്റേക്സ് ഉള്ളത്. കുറച്ച് 5 കാര്യങ്ങൾ സൂചിപ്പിച്ചു. അതുപോലെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, സ്പോക്കൺ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൈറ്റിങ്ങിലാവട്ടെ സംസാരത്തിലാവട്ടെ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാനുള്ള ബേസിക് സ്റ്റെപ്സ് പറഞ്ഞു തന്നു അല്ലേ? ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്നിട്ടുണ്ട് ഹുസ്ന. താങ്ക്സ് എ ലോട്ട് മൈ ഡിയർ. അത്രയ്ക്ക് ഇഷ്ടമായി. ആക്ച്വലി ഞാൻ നല്ല എൻജോയ് ചെയ്യായിരുന്നു. പല കാര്യങ്ങളും മിസ്റ്റേക്സ് വരുത്തുന്ന ഞാൻ കൂടുതൽ നോട്ടീസ് ചെയ്തിട്ടുള്ളത്, പലരും മിസ്റ്റേക്സ് വരുത്തുന്നത് ഈ മൈസെൽഫ് എന്ന് വെച്ചിട്ട് പേര് തുടങ്ങുന്നതാണ്. അതൊരു സ്റ്റാൻഡേർഡ് ഭയങ്കര ആണ്. കോൺഫിഡന്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അതെ, യൂസ് ചെയ്യുന്നത്. അത് കേൾക്കുമ്പോൾ ബാക്കിയുള്ളവർ അത് ശരിയാന്ന് വിചാരിക്കും. പിന്നെ കൂടുതൽ പേരില് ഈ ഡിസ്കസിന് ശേഷം എബൌട്ട് പറയുന്നുണ്ട്. അത് അത്യാവശ്യം അധ്യാപകർ പോലും അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ BEd പഠിക്കുമ്പോഴാണ് ഒരു അധ്യാപകൻ ഇങ്ങനെ ഡിസ്കസിന് ശേഷം ഡിസ്ക്രൈബിന് ശേഷം അങ്ങനെ അധികം എബൌട്ട് ചേർക്കരുത് എന്ന് പറഞ്ഞു തന്നത്. അതുവരെ നമുക്കും അറിയത്തില്ലായിരുന്നു. കേട്ടത് അങ്ങനെയാണ്, പരിചയിച്ചതും പഠിച്ചതൊക്കെ അപ്പൊ നമ്മൾ അങ്ങനെയാണ്. മനസ്സിലാക്കേണ്ടത് ആ സംസാരിച്ചവരുടെ കോൺഫിഡൻസ് അത്ര ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതാണ്. പിന്നെ എല്ലാം തികഞ്ഞിട്ട് നമ്മൾ സംസാരിക്കില്ല എന്നുള്ള അർത്ഥത്തിൽ നോക്കുമ്പോൾ അവരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. പക്ഷെ മിസ്റ്റേക്സ് വരുത്തുന്ന സമയത്തും അത് ശരിയാണെന്നുള്ളൊരു വിധത്തിലാണ് അങ്ങ് സംസാരിച്ചു പോകുന്നത്. കൂടുതൽ റിസർച്ച് ചെയ്യുന്നവരാണ് എന്തൊക്കെയാണ് മിസ്റ്റേക്സ് എന്ന് മനസ്സിലാക്കാനും അത് തിരുത്താനും ശ്രമിക്കുക. എഡിറ്റിംഗ്, കുട്ടികൾക്കൊക്കെ പഠനത്തിന്റെ ഭാഗമായിട്ട് ഒത്തിരി എഡിറ്റിംഗ് വർക്ക്സ് വരാറുണ്ടല്ലോ. ചെറിയ ക്ലാസ്സിലൊക്കെ എന്തായാലും ഉണ്ട്. ഞാൻ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്നതുകൊണ്ട് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് കൂടുതൽ നോട്ടീസ് ചെയ്തിട്ടുള്ളത്. അതിനകത്തൊക്കെ ഈ ഡിഡിന് ശേഷം V1 വരേണ്ടതാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് അവർ എത്തിക്കാണണം. നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. അത് എസ്പെഷ്യലി ഐ ആം ഹാവിങ് എന്നുള്ള സംഗതി ഹാവ് മാത്രമേ പറ്റത്തുള്ളൂ. ഹാവ് ഓർ ഹാസ്, അത് എങ്ങനെയാണോ സിംഗുലറിന്റെ കൂടെ ഹാസ്, പ്ലൂരലിന്റെ കൂടെ ഹാവ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ്. പിന്നെ കസിന്റെ കൂടെ കസിൻ ബ്രദർ, കസിൻ സിസ്റ്റർ എന്നുള്ള യൂസേജ് കൂടുതൽ കണ്ടിട്ടുണ്ട് പലരും ചെയ്യുന്നത്. അപ്പൊ അത് പാടില്ല എന്നുള്ളത്, ഏതാണ് കറക്റ്റ് എന്നുള്ള കാര്യങ്ങൾ ഓരോന്നും നല്ല ഒതന്റിക് ആയിട്ട് തന്നെ അത് പറഞ്ഞു കൊടുത്തു. പിന്നെ ഇനി മക്കളെ നിങ്ങൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാണ് വേണ്ടത്. പറഞ്ഞു തന്ന കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ടിപ്സും പറഞ്ഞു തന്നിട്ടുണ്ട്. ചെറിയ കുട്ടികളാണെങ്കിൽ മോറൽ സ്റ്റോറീസ് ഒക്കെ, ചെറിയ സ്റ്റോറീസ് കുറച്ച് സമയത്തിന്റെ കേൾക്കുക, അതിൽ നിന്ന് മനസ്സിലാവുന്ന വേർഡ്സ് എഴുതിയെടുക്കുക, ഡയറി എഴുതാൻ ശീലിക്കുക, തെറ്റുണ്ടെങ്കിൽ സാരില്ല. അങ്ങനെയാണ് കേട്ടിട്ടും പരിചയിച്ചിട്ടുമാണ് സംസാരത്തിലേക്ക് പടവുകൾ എടുത്തു വെക്കുക എന്നുള്ള ഒരു മെസ്സേജ് ഒക്കെ പാസ് ചെയ്തു. നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു, നന്നായിട്ട് മനസ്സിലായി. കോണ്ടന്റ് വീണ്ടും റീക്യാപ്പ് ചെയ്തു. സ്പെല്ലിങ്സ് എടുത്തു പറഞ്ഞു എന്നുള്ളതാണ്. സിബ്ലിങ്സും കസിന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് കേട്ട് നോട്ട് ചെയ്തവർക്ക് ഇനിയിപ്പോ വേറൊരു എക്സ്ട്രാ റെഫറിങ്ങിന്റെ ആവശ്യമില്ലാത്ത വിധത്തിലേക്ക് ആ കോൺസെപ്റ്റ്സ് ക്ലിയർ ആക്കി തന്നിട്ടുണ്ട്. താങ്ക്സ് അലോട്ട് ഫോർ യുവർ സിൻസിയർ പ്രസന്റേഷൻ. സമയം നമ്മൾക്ക് വേണ്ടി മാറ്റി വെച്ചതിന് കൂടുതൽ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ കൂടുതൽ പേരിലേക്ക് എത്തും എന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. എന്തെങ്കിലും ഫീഡ്ബാക്സ് ഉണ്ടെങ്കിൽ മാജിക് ഇംഗ്ലീഷ് ക്ലബിൽ ഷെയർ ചെയ്യണം. ഞാൻ ഹുസ്നയ്ക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തോളാം. താങ്ക് യു സോ മച്ച് ഹുസ്ന. ഇനി ഇടയ്ക്ക് വരണം. സമയം കിട്ടുമ്പോൾ വേറെ ഏതെങ്കിലും ടോപ്പിക്കുമായിട്ട് ഗ്യാപ്പിന് ശേഷമാണെങ്കിൽ വരണം എന്നാണ് ആഗ്രഹം. താങ്ക് യു സോ മച്ച്. വൺസ് അഗൈൻ ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.